ഹലോ, ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റിയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ കിണ്ണത്തപ്പമാണിത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ നമുക്ക് കിണ്ണത്തപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതിനായിട്ട് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മുട്ട, പിന്നെ 1.5 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ പാക്കറ്റായിട്ട് വാങ്ങിക്കുമല്ലോ, ഇടിയപ്പം പത്തിരിപ്പൊടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ പൊടിയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് 2 കപ്പ് തേങ്ങാപ്പാലുമാണ് കേട്ടോ. ഇനി ഈ എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് മിക്സിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിൽ തന്നെ ഈ മുട്ട നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് മുട്ട സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇത് ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇപ്പം ഇത് 3 ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഏലക്കായും 1/4 ടീസ്പൂണിലും താഴെ ചെറിയ ജീരകവും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഇപ്പം ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർക്കണം. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ പഞ്ചസാരയും കൂടെ നന്നായിട്ട് ഇതിലേക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇതിൽ മിക്സ് ആയിട്ടുണ്ട്. നമ്മുടെ കിണ്ണത്തപ്പത്തിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. കിണ്ണത്തപ്പത്തിൻ്റെ മാവ് എന്ന് പറഞ്ഞാൽ അല്പം ലൂസായിട്ടാണ് കേട്ടോ ഇരിക്കുക. ഇതുപോലെ ഒരിക്കലും ആരും മാവ് കട്ടിയാക്കി എടുക്കരുത്. ഇനി മാവ് കട്ടിയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ മെയിനായിട്ട് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ മാവ് ഒന്ന് അരിച്ചെടുക്കണം. എന്നാലേ കിണ്ണത്തപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇത് അരിച്ചെടുക്കാനായിട്ട് സാധാരണ നമ്മൾ ജ്യൂസൊക്കെ അരിക്കണ അരിപ്പൊന്നും എടുക്കാൻ പാടില്ല. ഇതുപോലെ ഒന്നെങ്കിൽ 2 ലെയർ ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള അരിപ്പുണ്ടാവും, അത് യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ എന്തെങ്കിലും കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് അതിലൂടെ വേണം അരിച്ചെടുക്കാൻ. ഇപ്പോൾ ഇതാ കണ്ടോ, നമ്മുടെ മാവ് നന്നായിട്ട് തരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു അരമണിക്കൂർ ഒന്ന് ജസ്റ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് കിണ്ണത്തപ്പം റെഡിയാക്കി എടുക്കാം. ആദ്യം നമുക്ക് കിണ്ണത്തപ്പം സ്റ്റീം ചെയ്യാനുള്ള മോൾഡ് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു മോൾഡിലാണ് കേട്ടോ സെറ്റ് ചെയ്യണത്. ഇതിൻ്റെ അടിയിൽ ഒരു അല്പം എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം മാത്രം നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് നമ്മുടെ സ്റ്റീലിൻ്റെ പാത്രമൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു അളവിൽ 2 കിണ്ണത്തപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിനെ ഒരു സ്റ്റീമറിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ഒന്ന് ആവി കൊള്ളിച്ചെടുക്കണം. ഒരു 15 to 20 മിനിറ്റ് മാത്രം മതി കേട്ടോ ഇത് കുക്കായിട്ട് വരാനും വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ ഒരു 10 മിനിറ്റ് ആകുമ്പോൾ തുറന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ജീരകം കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ആദ്യം തന്നെ ചേർത്ത് കഴിഞ്ഞാൽ ഈ ജീരകമൊക്കെ താഴെ അടിഞ്ഞു പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുക്കായതിനു ശേഷം അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ തന്നെ കറക്റ്റായിട്ട് അങ്ങനെ കിടക്കും. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ടോട്ടൽ 20 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് നല്ല പോലെ ഒന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കുക. നന്നായിട്ട് ചൂട് പോയതിന് ശേഷം നമുക്കിതിനെ ഇതുപോലെ നമ്മുടെ മോൾഡിൻ്റെ അകത്തുനിന്ന് എടുത്തു മാറ്റാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കിണ്ണത്തപ്പം കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇനി ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ കിണ്ണത്തപ്പം ഉണ്ടാക്കാനുള്ള പണി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളും മതി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ദേ ഇങ്ങനെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ 3 ഓപ്ഷൻ വരും. ഇതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ.
അപ്പൊ നമുക്ക് വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായിട്ട് കാണാം.